നമ്മളെല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഇന്ത്യൻ കറൻസി നോട്ട് എത്രയും പെട്ടെന്ന് ഡിസപ്പിയർ ആകാൻ പോവാണ് ആൻഡ് പുതിയ പ്ലാസ്റ്റിക് കറൻസി നോട്ട് വരാൻ പോവാണ്. റിപ്പോർട്ട് പ്രകാരം RBI നമ്മളെല്ലാവരുടെയും ഉള്ള ഈ പേപ്പർ കറൻസി നോട്ടൊക്കെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കറൻസി നോട്ട് കൊണ്ടുവരാൻ പോവാണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഹാർഡ് പ്ലാസ്റ്റിക് ഒന്നല്ല, ഫ്ലെക്സിബിൾ ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് കാലം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോളിമർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കറൻസി നോട്ട്. എന്തിനാണ് RBI ഒരു കറൻസി ചേഞ്ച് കൺസിഡർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FY25 23.8 ബില്യൺ കറൻസീസ് ആണ് വേറെ ഇയറിലൂടെ നശിച്ചു പോയത്. ആൻഡ് ഫേക്ക് കറൻസീസിനെതിരായിട്ട് ബെറ്റർ സെക്യൂരിറ്റി, പിന്നെ ലോങ് ടൈമിലേക്ക് നോക്കണമായിട്ട് ഒരു ലോവർ റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ഇതാണ് 3 കാര്യങ്ങൾ. ഓസ്ട്രേലിയ, കാനഡ, UK, സിംഗപ്പൂരാണ് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കറൻസീസ് ഒക്കെ കറന്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യ ഇസ് ഗോയിങ് ടു എൻ്റർ ഇൻ ദിസ് പിക്ചർ സൂൺ. എനിക്ക് ഭയങ്കര ക്യൂരിയസ് ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇനി പ്ലാസ്റ്റിക് കറൻസി മാർക്കറ്റിൽ 2 പ്ലേയേഴ്സ് ഉള്ളത്, CCL Secure ആൻഡ് Delaro. ഇറ്റ്സ് ഓസ്ട്രേലിയൻ ആൻഡ് ബ്രിട്ടീഷ് കമ്പനി. സോ ഇന്ത്യക്ക് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ആവശ്യമുള്ളപ്പോൾ ഇത് ഔട്ട്സോഴ്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഫോറിൻ കൺട്രീസിനായിട്ടാണോ അതോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പുതിയൊരു പ്ലെയർ വരുമോ എന്നുള്ളതാണ്. ആൻഡ് RBI ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. ഇത് ഡിസ്കഷനിലാണ്, ഒരു പൈലറ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിനു ശേഷം ഇത് ഇംപ്ലിമെന്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഒഫീഷ്യലി പറയത്തുള്ളൂ. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കറൻസിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് കമന്റ് ബിലോ.